പശ്ചിമേഷ്യയിൽ ആഗോള ശക്തികൾ തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകളും യുദ്ധസമാനമായ സാഹചര്യങ്ങളും കടുക്കുന്നതിനിടെ അമേരിക്കയ്ക്കും അവരുടെ ഗൾഫ് സഖ്യകക്ഷികൾക്കും നേരെ നടത്തിയ പ്രഹരങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ട ഇറാൻ ഗൾഫ് മേഖലയിലെ പ്രധാന അമേരിക്കൻ സൈനിക താവളങ്ങളിലും യുഎസ് അനുകൂല രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ ഊർജ്ജ വ്യവസായ കേന്ദ്രങ്ങളിലും തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും വരുത്തിവെച്ച വൻ നാശനഷ്ടങ്ങളുടെ വ്യക്തമായ തെളിവുകളാണ് ഇറാൻ പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് ഏജൻസി വഴിയാണ് ഈ വിവരങ്ങൾ ലോകത്തിന് മുന്നിലെത്തിച്ചത്. യുദ്ധത്തിനിടെ തങ്ങൾ നടത്തിയ അതിശക്തമായ തിരിച്ചടികളുടെ കൃത്യതയും പ്രഹരശേഷിയും വിളിച്ചോതുന്നതാണ് നിലവിൽ പുറത്തുവന്ന ദൃശ്യങ്ങളെന്ന് ടെഹ്റാൻ അവകാശപ്പെടുന്നുണ്ട്. മുൻപ് ആക്രമണം നടക്കുന്നതിന് മുൻപുള്ള അവസ്ഥയും ആക്രമണത്തിന് ശേഷം കെട്ടിടങ്ങൾക്കും തന്ത്രപ്രധാന സമുച്ചയങ്ങൾക്കും സംഭവിച്ച തകർച്ചയും വ്യക്തമാക്കുന്ന 5 സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് പ്രധാനമായും പ്രചരിക്കുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ അതീവ പ്രാധാന്യമുള്ള കേന്ദ്രങ്ങൾക്കാണ് ആക്രമിക്കപ്പെട്ടതായി ഇറാൻ കാണിക്കുന്നത്. യുഎയിലെ പ്രമുഖ യുഎസ് വ്യോമസേനാ താവളമായ അൽ ദഫ്ര ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായതിന്റെ ചിത്രങ്ങളാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന നിരീക്ഷണ ആക്രമണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ വ്യോമസേനാ താവളത്തിലേക്ക് ഇറാന്റെ മിസൈലുകൾ കൃത്യമായി പതിച്ചുവെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. വ്യോമസേനാ താവളത്തിലെ പ്രധാന റൺവേകൾക്കും സൈനിക കമാൻഡ് സെന്ററുകൾക്കും വൻതോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിവരം. സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ ഗൾഫ് മേഖലയിലെ ഊർജ്ജ സുരക്ഷയുടെ നാഡിയായ എണ്ണവാതക ഇൻഫ്രാസ്ട്രക്ചറുകളെയും ഇറാൻ ലക്ഷ്യമിട്ടിരുന്നുവെന്നതിന്റെ തെളിവുകളും പുറത്തുവന്നു. യുഎയിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക സംസ്കരണ സമുച്ചയങ്ങളിൽ ഒന്നായ ഹബ്ഷാൻ ഗ്യാസ് കോംപ്ലക്സ് ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ വലിയ തോതിൽ തകർന്നതായി ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ആഗോള ഊർജ്ജ വിപണിയെ തകിടം മറിക്കാൻ ശേഷിയുള്ള അത്രയും ശക്തമായ പ്രഹരമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബഹ്റൈനിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഒരു ഡാറ്റാ സെന്ററും ആക്രമണത്തിന് ഇരയായതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. യുഎസ് സൈന്യത്തിനും പ്രാദേശിക ഭരണകൂടത്തിനും രഹസ്യാന്വേഷണ ആശയവിനിമയ സഹായങ്ങൾ നൽകുന്ന ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ നടന്ന ആക്രമണം അവരുടെ നെറ്റ്വർക്ക് ബന്ധങ്ങളെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം. ഇതിനു പുറമെ പ്രദേശത്തെ ഒരു പ്രധാന വ്യവസായ സമുച്ചയത്തിനും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും സങ്കീർണവും ആധുനികവുമായ അമേരിക്കൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യസ്ഥാനത്ത് പതിച്ചതെന്ന വലിയ അവകാശവാദമാണ് ഇറാൻ ഉന്നയിക്കുന്നത്. അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും അത്യാധുനിക പാട്രിയറ്റ് താഡ് പ്രതിരോധ മിസൈലുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ ഡ്രോൺ പടയെയും ഹൈപ്പർസോണിക് ശൈലിയിലുള്ള മിസൈലുകളെയും പൂർണ്ണമായി തടയാൻ അവയ്ക്ക് സാധിച്ചില്ലെന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത് പുതിയ ആക്രമണങ്ങളുടെ വിവരങ്ങളല്ലെന്നും യുദ്ധത്തിന്റെ മുൻഘട്ടങ്ങളിൽ തങ്ങൾ നടത്തിയ വിനാശകരമായ ആക്രമണങ്ങളുടെ ദൃശ്യതെളിവുകൾ ക്രോഡീകരിച്ച് പുറത്തുവിട്ടതാണെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വന്തം ആക്രമണശേഷി ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കാനും ശത്രു രാജ്യങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനുമുള്ള മനഃശാസ്ത്രപരമായ നയതന്ത്രത്തിന്റെ ഭാഗമായാണ് ഇറാൻ ഈ സമയത്ത് ഉപഗ്രഹ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിലും അവരുടെ സഖ്യകക്ഷികളിലും ഈ വാർത്തകൾ വലിയൊരു ചർച്ചയാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാന്റെ പ്രഹരശേഷി അമേരിക്കൻ ഭരണകൂടം കണക്ക് കൂട്ടിയതിലും എത്രയോ മുകളിലാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങൾക്കും സൈനിക പ്രതിരോധ വാഗ്ദാനങ്ങൾക്കും ഏൽക്കുന്ന വലിയൊരു മങ്ങലായാണ് ഇത്തരം തെളിവുകൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ സുരക്ഷാ ബോധ്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന സംഭവ വികാസങ്ങളാണിത്. തങ്ങളുടെ മണ്ണിൽ യുഎസ് സൈന്യത്തിന് താവളം ഒരുക്കുകയും അമേരിക്കൻ സംരക്ഷണത്തിൽ വിശ്വസിക്കുകയും ചെയ്ത യുഎഇ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് സ്വന്തം ഊർജ്ജ സമുച്ചയങ്ങളും സാമ്പത്തിക കേന്ദ്രങ്ങളും സുരക്ഷിതമല്ലെന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ ഇത് കാരണമായിട്ടുണ്ട്. ഇത് മേഖലയിലെ നയതന്ത്ര സമവാക്യങ്ങളെ ആകെ തകിടം മറിച്ചേക്കാം. സൈനിക താവളങ്ങൾക്ക് പുറമെ വിവര സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടത് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. സാധാരണ സൈനിക ഏറ്റുമുട്ടലുകൾക്കപ്പുറം സാമ്പത്തികമായും സാങ്കേതികമായും ശത്രുവിനെ പൂർണ്ണമായി തളർത്തുക എന്ന തന്ത്രമാണ് ഇറാൻ പുറത്തെടുത്തിരിക്കുന്നത്. ഇത് അമേരിക്കൻ സഖ്യകക്ഷികളുടെ വ്യവസായ വാണിജ്യ മുന്നേറ്റത്തിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്.
ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണങ്ങൾക്കും US വിമാനവാഹിനി കപ്പലുകളിലെ സൈനികരുടെ പ്രതിസന്ധികൾക്കും പിന്നാലെ പുറത്തു വന്ന ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ഇറാന്റെ കൈകൾക്ക് മേൽക്കോയ്മ നൽകുന്നുണ്ട്. ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും നടുവിലും സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിഞ്ഞത് ഇറാന്റെ സൈനിക പ്രതിരോധ മേഖലയുടെ വളർച്ചയാണ് കാണിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പരസ്യപ്പെടുത്തലിന് മറുപടിയായി US സൈന്യവും പെന്റഗണും വരും ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ അതീവ നിർണായകമായിരിക്കും. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടുവെന്ന വാദം പരസ്യമായി സമ്മതിക്കാൻ വാഷിംഗ്ടൺ തയ്യാറായില്ലെങ്കിലും ആഭ്യന്തരമായി US സേനയ്ക്ക് തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും. വാർത്ത പുറത്തു വന്നതോടെ ആഗോള എണ്ണ വിപണിയിലും കടുത്ത അനിശ്ചിതത്വം ഉടലെടുത്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ ഗ്യാസ് എണ്ണ സംസ്കരണശാലകൾ ആക്രമണ ഭീഷണിയിലാണ് എന്നത് ഇന്ധനവില കുത്തനെ ഉയരുന്നതിനും ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യഭീതി വർദ്ധിക്കുന്നതിനും കാരണമാകും. ഊർജ്ജ വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുന്നത് ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളെ ഒരുപോലെ ബാധിക്കും. ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇറാൻ നടത്തിയത് കേവലം ഒരു പ്രചാരണം മാത്രമല്ല, പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ തങ്ങൾ കൈവരിച്ച വ്യക്തമായ സൈനിക മേധാവിത്വത്തിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ്. അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് മേൽ വീണ ഈ നിഴൽ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയെ കൂടുതൽ അപകടകരമായ സമാധാന സംവാദങ്ങളിലേക്കോ അതല്ലെങ്കിൽ വലിയൊരു ആഗോള യുദ്ധത്തിലേക്കോ നയിച്ചേക്കാം.